നമ്മുടെ സ്റ്റഡി ടേബിളിലേക്കുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കൂടെ ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിലേക്ക് പോവാം. ഞാൻ ആദ്യം കാണിക്കുന്നത് പേപ്പർ നോട്ട്സ് ആണ്. നോട്ട്ബുക്കല്ല, പേപ്പർ നോട്ട്സ്. നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിഷ്ടമുള്ള സൈസിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ കുറച്ച് ലൈൻസ് വെറുതെ ഇട്ടിട്ട് 2 കോർണേഴ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പേപ്പർ നോട്ട്സ് സെറ്റാവും. അതല്ലെങ്കിൽ നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് സൈഡിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒന്ന് ക്യൂട്ടാക്കാം, അല്ലെങ്കിൽ സ്മൈലീസ് വരച്ചിട്ട് ക്യൂട്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാൻ കുറച്ച് മോഡൽസ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഐറ്റം. ഇനി നമുക്ക് സെക്കൻഡിലേക്ക് പോവാം. ഇവിടെ ഞാൻ കാണിക്കുന്നത് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ നോട്ട്സ് വെക്കാനുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ പേപ്പർ നോട്ട്സ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള പോളറോയിഡ് ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കലണ്ടർ, അതല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ വെക്കാൻ നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നോക്കിയേ, ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ നോട്ട്സ് വെച്ചപ്പോൾ തന്നെ ഇത് നല്ല ക്യൂട്ടല്ലേ കാണാൻ. നമ്മൾ ടേബിള് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ഇതാണ് എൻ്റെ സെക്കൻഡ് ഐറ്റം. ഇനി തേർഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള പേപ്പർ പിൻസ് അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്പിനെ നമുക്കൊന്ന് ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ഇമേജസ് വരച്ചെടുക്കാം. ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കാർട്ടൂൺ ഇമേജസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കട്ടിയുള്ള പേപ്പറിൽ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് 2 ലെയറാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ പിന്നിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ പേപ്പർ പിന്നിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. നോക്കിയേ, ക്യൂട്ടായിട്ടുള്ള പേപ്പർ പിന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടടുത്ത് ഇത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം. ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാൻ ടൈം ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഡേയ്സും ടൈമും എഴുതാനുള്ള കുറച്ച് റോസ് കോളംസ് വരച്ചെടുക്കാം. ശേഷം അതിന് ചുറ്റും ഞാൻ കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിങ്ക് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്, ലൈറ്റ് പിങ്ക് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ട്രോബെറി തീമാണ് ചെയ്യുന്നത്. അതിന് കൂടെ ഞാൻ ടൈം ടേബിളിൽ നിന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഹൈറ്റിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. കൂടെ സൈഡിലൊക്കെ കുറച്ച് സ്ട്രോബെറീൻ്റെ സ്റ്റിക്കേഴ്സും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവരൊന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.